ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു ആപ്പിളൊക്കെ കഴിച്ചിട്ട് നേരെ ജിമ്മിലോട്ട് പോയി കേട്ടോ. ഇന്ന് ചെസ്റ്റ് ആയിരുന്നു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. സാൻഡിയെ ജസ്റ്റ് അഴിച്ച് അയ്യത്തൊക്കെ വിട്ടെ. അവിടെ കുറച്ച് സമയം കറങ്ങി നടന്നിട്ട് നമ്മൾ എഗ്സും സാലഡും ഒക്കെ ആയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചു. എന്നിട്ട് എനിക്ക് ബാങ്കിൽ പോകണമായിരുന്നു. കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നേരെ ബാങ്കിലോട്ട് പോയി. തത്തമ്പഞ്ഞക്കരയിലെ കാളയുടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പച്ചക്കറി കയറി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ലഞ്ചും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തു കേട്ടോ. ഇന്നൊരു അടിപൊളി പ്ലേറ്റ് ആയിരുന്നു ഞാൻ സെറ്റ് ചെയ്ത് ലഞ്ചിന് വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് മാളുവിനെ പോയി വിളിച്ചുകൊണ്ട് പോകും. നമുക്ക് കായംകുളം വരെ പോകണം, അതുകൊണ്ട് അവളെ നേരത്തെ വിളിച്ചു കേട്ടോ. എന്നിട്ട് വീട്ടിൽ വന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചു. നല്ല മഴക്കോളുണ്ട്. അച്ഛനാണെങ്കിൽ കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ നേരെ പോയി അച്ഛനെ പിക്ക് ചെയ്തിട്ട് വാവാ ചേഞ്ചിയുടെ അവിടോട്ടാണ് പോയത്. ചിപ്പി ചേച്ചിയും ചീക്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് സുജാമയുടെ അവിടെ കയറി കേട്ടോ. അഞ്ചോട്ടനുമായിട്ട് കുറേ സമയം കത്തിയൊക്കെ വെച്ചിരുന്നു. എന്നിട്ട് ഇതാ പൊടിച്ച സാധനങ്ങൾ ഗോതമ്പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് കൂട്ടുംവാതിക്കൽ പാലം വഴിയാണ് വന്നത്. പാലം കയറി ഇറങ്ങിയപ്പോഴത്തേക്കിനും അവർക്ക് എല്ലാവർക്കും കക്കയും ബീഫും ഒക്കെ കഴിക്കണം. പിന്നെ പക്രൂൻ്റെ തട്ടുകടയിൽ കയറി നമ്മൾ സാധനമെല്ലാം മേടിച്ചിട്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ സവാളയും പിന്നെ മധുരമിടാത്ത ഒരു ചായയാണ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ചന്തുചേട്ടൻ്റെ അവിടെ വന്നു. ഇക്കുനെയൊക്കെ കളിപ്പിച്ചിട്ട് അവിടെ കുറച്ച് സമയം നിന്ന് ചന്തുചേട്ടൻ കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ വീട്ടിൽ വന്നത്. കുറച്ച് ലേറ്റായി വീട്ടിൽ വരാൻ. അതിന് ശേഷം ഞാൻ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. കപ്പയൊക്കെയാണ് കഴിച്ചത്. എന്നിട്ട് നമ്മുടെ ഫിഷ് ഓയിൽ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്തു. ബൈ.